ഈ പിങ്കി ഷീലൊക്കെ പഞ്ചറായി പോയല്ലോ. കുമ്പളകളൊക്കെ വരുന്നുണ്ട്. സരളെ, കം ഹിയറിന് മലയാളത്തിൽ എന്താ പറയുക? ഇനി അങ്ങോട്ട് പോ. കൂട്ടുകാരെ, കുറെ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ കാറിൽ കറങ്ങുന്നത്. നീ പറഞ്ഞത് ശരിയാ സോർദാറെ. എന്റെ വയറിനെ പൂജിക്കാനുള്ള സമയമായി. സംശയമുണ്ടോ? നല്ല രസമുണ്ട്. അതിനനുസരിച്ച് ഉറക്കവും വരുന്നുണ്ട്. കുറച്ചു നേരം ഇനിയും കിടന്ന് ഉറങ്ങാം. നൂഡിൽസ് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. പക്ഷെ നീ അത് സാൻഡ്വിച്ച് ആക്കി കളഞ്ഞല്ലോടാ ബണ്ണി. ബണി, സീറ്റ് മുകളിലേക്ക് പൊക്ക്. സോറി പോപ്പട്ടെ. അയ്യോ, ഇതെന്തുവാ? ഒരു കുഴപ്പമില്ല. എനിക്ക് എല്ലാ സ്റ്റൈലും നന്നായിട്ട് ചേരും. സംശയമുണ്ടോ? എന്റെ പേരാണ് ചേതക്. ഞാൻ എന്റെ വർക്ക്ഷോപ്പിൽ 6 മണി വരെ വർക്ക് ചെയ്യാറുള്ളൂ. നാട്ടുകാരുടെ എല്ലാ വണ്ടികളും മനഃപൂർവ്വം കേടാക്കി അത് ശരിയാക്കി കൊടുക്കലാണ് എന്റെ മെയിൻ ജോലി. ഈ കൺപീലിയുടെ ഭംഗിക്ക് ഒരുപാട് ആരാധകരുണ്ട്. അതിന് അതൊരുപാടുള്ളതല്ലേ? അതിരിക്കട്ടെ, നിങ്ങളുടെ കയ്യിലുള്ളത് കടപ്പാടോ കഷ്ടപ്പാടോ? മാർഗൊക്കെ എന്റെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. എത്രയും വേഗം റോഡിൽ ആണിയിട്. വേഗം വേഗമാകട്ടെ. ബ്യൂട്ടി പാർലറിൽ പോവുകയാണ്. നോക്ക് വടി, നിന്റെ ഫേവറേറ്റ് വടി എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല നിനക്കും അറിയാം ആരുടെ കയ്യിലാണ് വടി, അവരുടെയാണ് പശു. അതുകൊണ്ട് നീ ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം. വിഷുവാണോ? അതേ പടക്കം പഠിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഏതോ പടക്കത്തിന്റെ അല്ല, കാറ് പഞ്ചറായതിന്റെ ശബ്ദമാണ് ഹണി. ഈ പശു എന്തിനാ റോഡിൽ കൊണ്ടാണ് ഇട്ടത്? എന്റെ ഈ കൺപീലികൾക്ക് ആരാധകർ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായ ഈ ബുദ്ധിമുട്ട് എന്റെ മനസ്സിൽ ഒരു മുള്ളു പോലെ തറച്ചിരിക്കുകയാണ്. ഈ പാവ പശുപതിയുടെ കയ്യബദ്ധം കൊണ്ട് ആണിയുടെ പാക്കറ്റ് താഴെ വീണുപോയി. ഈ പശു എന്തായാലും നമ്മുടെ ഖന്നാസാറിനേക്കാൾ നന്നായിട്ട് കവിത പറയുന്നുണ്ട്. അതെന്തായാലും വളരെ നന്നായിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ ഈ പല്ല് പോയ പാട്ടവണ്ടി ഞാൻ കാരണം വീണ്ടും കേടായല്ലോ. ഇവര് മാപ്പ് ചോദിക്കുകയാണോ അതോ നമ്മുടെ വണ്ടിയെ പരിഹസിക്കുകയാണോ? അയ്യോ അല്ലല്ല, ഞാൻ പരിഹസിച്ചത് തന്നെയാ. ഈ ഇരുമ്പ് വണ്ടിയുടെ ഓരോ കഷ്ണത്തിലും തുരുമ്പിന്റെ അംശമുണ്ട്. പിടിച്ചോ മിഠായി. അല്ല, ഇതെന്തിനാ മുട്ടായി? ഇടയ്ക്കിടയ്ക്ക് കൈനീട്ടുന്ന കണ്ടപ്പോ ഞാൻ കരുതി നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി കൈനീട്ടുന്നതാണെന്ന്. അയ്യോ, ഇനി പഞ്ചർ എവിടെ പോയി ഒട്ടിക്കാനാ? നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് പഞ്ചറൊട്ടിക്കുന്ന പണിയാണ്. ഞാൻ എല്ലാ വണ്ടികളുടെയും പഞ്ചറൊട്ടിക്കാറുണ്ട്. എന്റെ പേരാണ് ചേതക്. ഞാൻ 6 മണി വരെ പണി ചെയ്യാറുള്ളൂ. എന്തായാലും നമ്മുടെ വണ്ടി 6 മണിക്ക് മുമ്പ് കേടായത് നന്നായി. ഇയാൾ എന്തായാലും 6 മണി വരെയല്ലേ വർക്ക് ചെയ്യാറുള്ളൂ. ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കാനാണോ ഉദ്ദേശിക്കുന്നത്? വാ, ഇയാളുടെ ഗ്യാരേജിൽ പോയി നമുക്ക് പഞ്ചർ ഒട്ടിക്കാം.
എന്തോ കുഴപ്പമുണ്ടല്ലോ. വല്യളിയാ ബ്രേക്ക് ചെയ്യൂട്ടാ. എന്റെ കൂട്ടുകാരെ ഇത് അതേ പശു തന്നെയല്ലേ? നിനക്ക് നാണമില്ലേ? ഒരു പശുവായിട്ട് പോലും കുറുക്കനെ പോലാണല്ലോ പെരുമാറുന്നത്. കൂട്ടുകാരെ ഇവളെ പിടിച്ചു കെട്ടി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാം. ഞാൻ എന്റെ മുതലാളി പറയുന്ന അനുസരിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടാൻ ഒരു താല്പര്യവും ഇല്ല. എന്ന് വെച്ചാ കാരണം എന്റെ ഫേവറേറ്റ് വടി അയാളുടെ കയ്യിലാ ഇരിക്കുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരുന്നു. ആ വടി അയാളുടെ കയ്യിലിരിക്കുന്നുണ്ട്. അയാൾ പറയുന്നതെല്ലാം അനുസരിക്കണമെന്നുണ്ടോ നീ? കാരണം ഞാൻ കാരണവന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്. ആരുടെയാണോ വടി അവരുടെയാണ് പശു. കാരണവന്മാര് പറഞ്ഞു തന്ന പഴഞ്ചൊല്ല് ഇപ്പൊ ആരാണ് കേൾക്കുന്നത്? ഐഡിയ, നിന്റെ വടി ഞങ്ങൾ അയാളുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി തരാം. അതിനുശേഷം വടി ഇല്ലെങ്കിൽ പിന്നെ അയാൾ പറയേണ്ടത് അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ പ്ലാൻ ഞാൻ മുതലാളിയോട് പറഞ്ഞേക്കാം. കാരണം വടി ഇപ്പോഴും മുതലാളിയുടെ കയ്യിലാണ്. മുതലാളി എന്റെ മുതലാളിയാണല്ലോ. ആ വടി കാരണം ഞാൻ ഇവിടുന്ന് വൈകാതെ വിട പറയേണ്ടി വരുമെന്ന് അറിയില്ല. ഞങ്ങൾ ആ വടിയും കൊണ്ട് ഇപ്പൊ വരാം. നീ ഇവിടെ തന്നെ നിക്ക്. എനിക്ക് ആ ഗ്രീസിന്റെ മണം കിട്ടുന്നുണ്ട്. ആ മുതലാളി ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാകും. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ആ പാവം പശുവിന്റെ വടി ഇങ്ങി തന്നേക്ക്. ഇപ്പൊ തന്നെ തന്നേക്കാം. എന്റെ പേരാണ് ചേതക്. എല്ലാവർക്കും ഞാൻ തരും പണി. എങ്കിൽ എന്റെ പേരാണ് ഹണി. പിന്നെ പിന്നെ ബാക്കി എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ബാക്കി നിങ്ങൾ ആലോചിച്ചെടുത്തോ വേണമെങ്കിൽ. വാവ് കൊച്ചലിയ, വൺസ് മോർ. ഇവിടെ കൺസെർട്ട് ഒന്നുമല്ല നടക്കുന്നത്. വൺസ് മോർ എന്നൊക്കെ പറയാൻ അയാളുടെ കയ്യിൽ നിന്ന് വടി പിടിച്ചു വാങ്ങിക്കാൻ നോക്ക്. ലക്ഷ്മി, സീത, സരള, ലതികെ എല്ലാവരും വേഗം അകത്തേക്ക് വരൂ. രക്ഷപ്പെടാൻ പെൺകുട്ടികളെ കൂട്ടുവിളിക്കുകയാണോ? അടിക്കവന്മാരെ. ഈ പിങ്കി ഷീലൊക്കെ പഞ്ചറായി പോയല്ലോ. ദേ കുമ്പളകളൊക്കെ വരുന്നുണ്ട്. സരളെ, കം ഹിയറിന് മലയാളത്തിൽ എന്താ പറയുക? ഇനി അങ്ങോട്ട് പോ.
ബണി ഇനി വിട്ടേക്ക്. അയ്യോ വേണ്ട 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 അയ്യോ വേണ്ട ബണി അത് വിട്ടേക്ക്. അയ്യോ വേണ്ട 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 അയ്യോ. എന്റെ പേരാണ് ചേതക്. മാപ്പ് ചോദിക്കും ഞാൻ 6 മണി വരെ. 6 മണിയായി, എനിക്ക് മാപ്പ് തരൂ. ഞാൻ പശുവിനെ ഉപയോഗിച്ച് എന്റെ ഓട്ടോമൊബൈൽ ഷോപ്പ് ലാഭത്തിലാക്കാൻ നോക്കി. ഞാൻ ആ പശുവിന്റെ വഴി തിരിച്ചു കൊടുക്കാം. എനിക്ക് മാപ്പ് തരൂ. ബോഡിയിൽ ഒടിഞ്ഞ അസ്ഥികൾ ഒരുപാടുണ്ട്. എനിക്കിനി അന്നും ഇന്നും എന്നും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അലിവള് മാപ്പ് പറയുവാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുവാണോ? ഇനി ഈ വടി നിങ്ങളുടേതാണ്. ഇനി ഈ വടി ആരാണ് സ്വന്തമാക്കുന്നത് അയാളുടേതായിരിക്കും ഞാൻ. ഇനി ഇത് കിട്ടുന്നയാൾ എന്നെ നല്ല കാര്യത്തിന് മാത്രം പ്രയോജനപ്പെടുത്തട്ടെ. ഇപ്പൊ നിങ്ങൾ സ്വതന്ത്രയാണ്. ആ വടി ഇപ്പൊ ആരുടെയല്ല. ഇനി നിങ്ങൾ ഇവിടെ ആരുടെയും പശുവല്ല. കവിതകൾ കുട്ടികളെ പഠിപ്പിക്കാനാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ കവിതകൾ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയമുണ്ടോ? പിന്നെ ചേതക്, നിനക്കൊരു ശിക്ഷയുണ്ട്. നാട്ടിൽ നീ കാരണം എത്ര വണ്ടി കേടായോ ആ വണ്ടിയൊക്കെ നീ തന്നെ നന്നാക്കി കൊടുക്കണം. പിശ്, 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 പിശ്. അയ്യോ ടയർ പഞ്ചറായതാണോ? അല്ല, ഞാൻ കാറിൽ സ്പ്രേ പെയിന്റ് അടിച്ചതാ, അതിന്റെ ശബ്ദ.